ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിഫ്റ്റിയിലൂടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 2 ലെവൽസ് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏതെങ്കിലും ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി നോക്കാം. അതല്ലെങ്കിൽ ഉള്ളിൽ പുതിയൊരു ലെവൽ ക്രിയേറ്റ് ആണ്. മാർക്കറ്റ് ഓപ്പൺ ആയില്ലേ, പ്രീ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ. മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൻ്റെ ഉള്ളിലാണ് ഒരുപാട് ക്യാൻഡിൽസ് ഉണ്ടായത്. കംപ്ലീറ്റ് ഇൻറ്റേർണലാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്, പക്ഷേ അതൊരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയാണ്. കംപ്ലീറ്റ് ആ ഒരു വലിയ ക്യാൻഡിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കി ഇൻറ്റേർണൽ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. മാർക്കറ്റ് അന്ന് എന്തോ ഒരു ന്യൂസിൻ്റെ ബേസിലായതുകൊണ്ട് ആ ഒരു വലിയ ക്യാൻഡിൽ ഹ്യൂജ് മൊമെൻറ്റം വന്നതിന് ശേഷം പിന്നെ കംപ്ലീറ്റ് കൺസോൾട്ടേഷൻ ആണ്. കംപ്ലീറ്റ് ക്യാൻഡിൽസ് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഫോം ആയിരിക്കുന്നത്. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള എൻട്രീസും കാര്യങ്ങളൊന്നും കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതേപോലെ തന്നെയാണ് ബാങ്കിൻ്റെ അവസ്ഥ. ഒരു വലിയ ക്യാൻഡിൻ്റെ ഉള്ളിലാണ് കംപ്ലീറ്റ്. ലെവൽസ് നോക്കുകയാണെങ്കിൽ മേലെയും താഴെ മാർക്ക് ചെയ്ത ലെവൽസ് ഓൾറെഡി അതിലുണ്ട്. അതിലിപ്പോൾ ഇൻറ്റേർണലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഒരു ലെവലുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു ലെവലുണ്ട്, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു ഇൻറ്റേർണൽ ലെവലുണ്ട്. പ്രോപ്പറായിട്ടുള്ള ലെവൽ ഒരുപാട് മേലെയും താഴെയുള്ളത് ഒരു വലിയ ക്യാൻഡിലുള്ളതുകൊണ്ട് ഇൻറ്റേർണലായിട്ടുള്ളൊരു ലെവൽ ഈ ഒരു ഏരിയയിലുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ടാപ്പ് ചെയ്യട്ടെ. മാർക്കറ്റ് ആദ്യം ഓപ്പൺ ആയതിനു ശേഷം ഇതിലേതെങ്കിലുമൊക്കെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാം. നിഫ്റ്റിയിലോ ബാങ്കിലോ ഏതിലായാലും കുഴപ്പമില്ല. നല്ലൊരു എൻട്രി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ നോക്കിയിട്ടല്ലാണ്ട് ട്രേഡ് എടുക്കലില്ല. ഇപ്പോൾ കംപ്ലീറ്റ് സ്പോട്ടാണ് നോക്കല്. ഫ്യൂച്ചർ ചെറുതായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ, ടാർഗറ്റ് ബുക്ക് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അല്ലാണ്ട് എൻട്രി എടുക്കാനൊന്നും ഫ്യൂച്ചറിൻ്റെ വല്ലാതെ നോക്കില്ല. അപ്പോൾ അതിൽ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് ഈ ഒരു റേഞ്ചിൽ. അത് ജസ്റ്റ് മാർക്ക് ചെയ്തേക്കാം. ഇനി ഇതൊക്കെ നമുക്ക് ഇതിലും കൂടെ മാർക്ക് ചെയ്തേക്കണം. സ്റ്റോക്സിൻ്റെ ചാർട്ടിൽ പോയിട്ട് എല്ലാത്തിലും കൂടെ ജസ്റ്റ് മാർക്ക് ചെയ്തേക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഓക്കെ, നിഫ്റ്റി അതിൻ്റെ ഒരു ഇൻറ്റേർണൽ ലെവലിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് താഴേക്ക് ഒരു മൊമെൻ്റ് വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചറിലും കൂടെ നമുക്ക് വരയ്ക്കാവുള്ളൂ. ബാക്കി നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ, നിഫ്റ്റിൻ്റെ സ്പോട്ട്, ബാങ്കിൻ്റെ സ്പോട്ടിലൊക്കെ നമ്മൾ വരച്ചു. ഇനി ബാങ്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലെവലുണ്ട്. അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചേക്കാം. ഇതും കൂടെ ആയി കഴിഞ്ഞാൽ എല്ലാത്തിലും നിഫ്റ്റിൻ്റെയും ബാങ്കിൻ്റെയും രണ്ടെണ്ണത്തിൽ സ്പോട്ടിലും ഫ്യൂച്ചറിലും ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ലെവൽസാണ് എല്ലാത്തിലും വരച്ച് വെച്ചത്. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി നോക്കാം. ഇനി ഈ ലെവൽസ് കംപ്ലീറ്റ് നമുക്ക് അപ്സ്റ്റോക്സിലേക്ക് മാറ്റി വയ്ക്കണം. അപ്സ്റ്റോക്സിൻ്റെ ചാർട്ട് നോക്കിയിട്ടാണ് എടുക്കൽ. അതിൽ മൾട്ടിപ്പിൾ ചാർട്ടൊക്കെ എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ കുറച്ച് ഈസി ആയിരിക്കും നമുക്ക് എൻട്രി വരുന്ന സമയത്ത്. അപ്പോൾ അതിനുവേണ്ടി ചാർട്ടൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അതിനാദ്യം ആവശ്യമില്ലാത്ത ഡ്രോയിങ്സൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇത് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചറിൻ്റെയും ചാർട്ടുകളാണ് രണ്ടും. അതേപോലെ അപ്പുറത്ത് പ്രീമിയം സ്ട്രൈക്കും കൂടെ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഈ ഒരു ഏരിയയിലാണ് നമ്മളെ ലെവലുള്ളത്. ഏകദേശം ഈ ഒരു ഏരിയയിൽ അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു എൻട്രി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 24,700 പുട്ട് ഓപ്ഷൻ ആയിരിക്കും സെലക്ട് ചെയ്യാം. അപ്പോൾ അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നിഫ്റ്റീൻ്റെ ഈ ഒരു സ്ലൈഡിൽ സെലക്ട് ചെയ്ത് വെക്കാം. 24,700 പുട്ട് ഓപ്ഷൻ. അപ്പോൾ ആ പുട്ട് ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെ സെലക്ട് ചെയ്ത് വെക്കുമ്പോൾ എൻട്രി വരുന്ന സമയത്ത് നമുക്ക് പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റും ഫ്യൂച്ചറിൻ്റെ മൂവ്മെൻറ്റും അതേപോലെ സ്പോട്ടിൻ്റെ മൂവ്മെൻറ്റും എല്ലാം സൈമിൾട്ടേനിയസ് ആയിട്ട് നോക്കാനൊക്കെ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അപ്സ്റ്റോക്സിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നിഫ്റ്റിൻ്റെ ഫ്യൂച്ചറിൻ്റെയും ചാർട്ടിൽ നമ്മൾ നേരത്തെ ട്രേഡിംഗ് വ്യൂവിൽ വരച്ച സെയിം ലെവൽസ് ഇതിലൊന്ന് മാർക്ക് ചെയ്തേക്കാം. ഇപ്പോൾ നിഫ്റ്റിയിൽ ആദ്യം മാർക്ക് ചെയ്ത് വെച്ചു. അതേപോലെ ഇതിൽ മറ്റേ ഫ്യൂച്ചറിലും 50 മിനിറ്റിലേക്ക് മാറ്റിയിട്ട് 50 മിനിറ്റിൽ ആ ലെവൽ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് 1 മിനിറ്റിലേക്ക് തന്നെ മാറ്റണം. ഇത് രണ്ടും മാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് രണ്ടും 1 മിനിറ്റിലേക്ക് മാറ്റിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം. മാർക്കറ്റ് ഇതൊരു ഓപ്പൺ ആയില്ല, ഇത് ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ചാർട്ടൊക്കെ എൻട്രി വരികയാണെങ്കിൽ എടുക്കാൻ കണക്കാക്കിയിട്ട്. ഇനി ഇതേപോലെ ഈ സെയിം സംഗതി നമുക്ക് എന്തിലും ചെയ്യണം, മറ്റേ ബാങ്ക് നിഫ്റ്റിയിലും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു ടാബ് ഓപ്പൺ ആക്കാം. ഫ്ലാറ്റ് ട്രേഡൊക്കെ ഇവിടെ ഫുള്ള് സെറ്റായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഓർഡറും പൊസിഷൻസൊക്കെ ഫുള്ള് സെറ്റാണ്. എൻട്രി വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട്. ഇനി ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ആദ്യം ആവശ്യമില്ലാത്ത ഡ്രോയിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കാം. ഇതിൽ ബാങ്ക് നിഫ്റ്റീൻ്റെ ഫ്യൂച്ചർ സെലക്ട് ചെയ്യണം. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഓക്കെ, ഇതാണ്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാം. ബാങ്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചറും ഉണ്ട്. അതിലും നമുക്ക് ആവശ്യമില്ലാത്ത ഡ്രോയിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കാണാം. ഇനി ബാങ്ക് നിഫ്റ്റിൻ്റെ ഇതും കൂടെ സെലക്ട് ചെയ്യണം, സ്ട്രൈക്കും കൂടെ. ആദ്യം നമുക്ക് ജസ്റ്റ് ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർട്ടിൽ മറ്റേ ട്രേഡിംഗ് വ്യൂവിൽ മാർക്ക് ചെയ്ത സെയിം ലെവൽസ് തന്നെയാണ് ഇതിൽ മാർക്ക് ചെയ്യേണ്ടത്. അതിൽ മാർക്ക് ചെയ്ത് ഏകദേശം സ്പോട്ടിൻ്റെ ചാർട്ടിൽ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ്. ഇനി ഫ്യൂച്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ്. രണ്ടും സെയിം ക്യാൻഡലിൻ്റെ ഹൈ തന്നെയാണ്. നിഫ്റ്റിയിൽ സെയിം ടൈമിൽ തന്നെയാണ് ഇതുകൊണ്ടുണ്ടായത്.
ഇനി നമുക്ക് സ്ട്രൈക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ 53,650 53,700 പുട്ട് ഓപ്ഷൻ നോക്കുക. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ 53,700 പുട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തേക്കാം. 53,700 ഓക്കെ. 53,700 പുട്ട് ഓപ്ഷനും അവിടെ സെലക്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മാർക്കറ്റ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്, 9:15. ഓക്കെ. അപ്പോൾ മാർക്കറ്റ് അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്ട്രൈക്കിലേക്ക് നമ്മൾ എൻട്രിയും കാര്യങ്ങളൊക്കെ എടുക്കാം. നോക്കി നോക്കാം. ഒക്കെ 1 മിനിറ്റിലേക്ക് മാറ്റി വെക്കാം. 1 മിനിറ്റിൽ മാർക്കറ്റ് മേലെ ഒന്ന് ടാപ്പ് ചെയ്യട്ടെ. 15 മിനിറ്റുള്ള ലെവലൊക്കെ നമ്മൾ മാർക്ക് വെച്ചിട്ടുണ്ട്. ഈ 1 മിനിറ്റിൽ അവിടെ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ആ സമയത്തുള്ള പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും. നിഫ്റ്റി അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്, പക്ഷേ ടാപ്പ് ചെയ്തില്ല. എന്തായാലും നോക്കി നോക്കാം. അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ടാപ്പ് ചെയ്യട്ടെ. ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾക്ക് നല്ല 2 പേര് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ചാർട്ട് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ. മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ഇതൊക്കെയാണ് ഞാൻ ചെയ്ത് വെക്കൽ. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് എൻട്രി എടുക്കാനും എല്ലാ ചാർട്ടും ഒരുമിച്ച് വാച്ച് ചെയ്യാനും, അതുപോലെ ഫ്യൂച്ചറിൻ്റെയും സ്പോട്ടിൻ്റെയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ, അത് പ്രീമിയം എങ്ങനെയാണ് ആക്ട് ചെയ്യണത്, പ്രീമിയം ലോ ഉണ്ടോ, നമ്മൾ ഇപ്പോൾ എൻട്രി എടുക്കാൻ പോകുന്ന സമയത്ത് പ്രീമിയം ഹൈ പ്രീമിയത്തിലാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത്. എന്തായാലും നമുക്ക് നല്ലൊരു എൻട്രി വരുമോ എന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ. അപ്പോൾ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അതിൻ്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നുണ്ട്. നമ്മൾ രാവിലെ വരച്ച ലെവലിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അവിടെ അങ്ങനെ നിന്ന് കളിക്കുകയാണ്. അവിടെ ടാപ്പ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്നത് വിചാരിച്ചിട്ടുണ്ട് ആ മൊമെൻ്റൊക്കെ കണ്ടപ്പോൾ. പക്ഷെ അവിടെ നിന്ന് ടാപ്പ് ചെയ്തില്ല. അതിൻ്റെ തൊട്ടടുത്ത് ഫ്യൂച്ചറും കൂടെ അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് അങ്ങനെ താഴോട്ടേക്ക് തന്നെ പോയി കളിക്കുന്നുണ്ട്. രണ്ടും നിഫ്റ്റീൻ്റെ സ്പോട്ടാണെങ്കിൽ ഫ്യൂച്ചറാണെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ടാപ്പ് ചെയ്താലേ നമുക്ക് താഴോട്ടേക്ക് എൻട്രി നോക്കാനുള്ളൂ. ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തതിന് ശേഷമേ 1 മിനിറ്റിൽ പ്രോപ്പർ പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എൻട്രി എടുക്കുള്ളൂ. അപ്പോൾ ഇതുവരെ ടാപ്പ് ആയില്ല, നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിലിപ്പോൾ ഉള്ള ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ അവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം നിഫ്റ്റിയിൽ ഇപ്പോൾ ഒരു താഴോട്ടേക്ക് ഒരു എൻട്രി കിട്ടിയായിരിക്കും. അങ്ങനെ കിട്ടിയാൽ തന്നെ നമുക്ക് ടാർഗറ്റ് വെക്കേണ്ട ഒരു ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ നിഫ്റ്റീൻ്റെ ചാർട്ടിൽ ഇപ്പോൾ പുതിയൊരു ലെവൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഇന്ന് ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു 5 മിനിറ്റ്സിലുള്ള ഒരു പുതിയ ലെവലുണ്ട്. അപ്പോൾ ആ ഒരു ലെവൽ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ മേലെ നിന്ന് ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ തന്നെ ടാർഗറ്റ് ഈ ഒരു ലെവൽ വെക്കേണ്ടി വരും. അപ്പോൾ അവിടേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നും നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുന്ന ഒരു ക്യാൻഡലിൻ്റെ ടോപ്പിലേക്ക് 26 പോയിൻറ്റ്സേ ഉള്ളൂ. അതായത് വളരെ ചെറിയ ടാർഗറ്റാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ടോപ്പിൽ നിന്ന് നമുക്കൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ താഴോട്ടേക്ക് ചെറിയ പോയിൻറ്റ്സേ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ താഴോട്ടേക്ക് കുറച്ച് ചെറിയ ടാർഗറ്റേ ഉള്ളൂ. 1:5 ഒന്നും കിട്ടില്ല. ഇനിയിപ്പോൾ താഴോട്ട് നേരെ വന്ന് ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴത്ത് നമുക്ക് മേലോട്ടേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിലും സെയിം അവസ്ഥ തന്നെ ആയിരിക്കും. ചെറിയ ടാർഗറ്റ് ഉണ്ടാവുള്ളൂ. 26 പോയിൻ്റ് ഇതിലുണ്ട്, സ്പോട്ടിൻ്റെ ചാർട്ടിൽ തന്നെ ഉള്ളൂ. പ്രീമിയത്തിൽ വളരെ കുറവായിരിക്കും. പക്ഷേ കുഴപ്പമില്ല. നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുത്തതിന് ശേഷം ആ ഒരു ലെവൽ ടാർഗറ്റായിട്ട് വെച്ചാൽ മതി. തൊട്ടടുത്തുള്ള ലെവലിൽ തന്നെ ടാർഗറ്റായിട്ട് വെച്ചാൽ മതി. ടാർഗറ്റായിട്ട് വെച്ചതിന് ശേഷം തൊട്ടടുത്ത ലെവൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. ഓക്കെ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അതിൽ ഏതെങ്കിലും ഒരു ലെവൽ ടാപ്പ് ചെയ്യട്ടെ. എന്തായാലും ടാപ്പ് ചെയ്തതിന് ശേഷം എൻട്രി നോക്കാം. മേലെ ടാപ്പ് ചെയ്യണമെങ്കിൽ താഴോട്ടേക്ക് കൊടുക്കുക, താഴെ ടാപ്പ് ചെയ്യണമെങ്കിൽ മേലോട്ടേക്ക് കൊടുക്കുക. പക്ഷേ എന്തായാലും ചെറിയ ടാർഗറ്റേ ഉണ്ടാവുള്ളൂ. 2 എൻട്രി ആണെങ്കിലും ചെറിയ ടാർഗറ്റേ ഉണ്ടാവുള്ളൂ. മേലെ ടാപ്പ് ചെയ്യാനുള്ളൊരു പുറപ്പാടൊക്കെ കാണിക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് എത്തി നിൽക്കുന്നുണ്ട്. എന്തായാലും നോക്കാം. ഏതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യട്ടെ. എന്നിട്ട് ഒരു എൻട്രി വരികയാണെങ്കിൽ ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ നിഫ്റ്റി ആ ലെവലൊക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ആ ലെവൽ നല്ലതായിട്ട് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചറൊക്കെ ആ ലെവൽ ടാപ്പും ചെയ്ത് 1 മിനിറ്റിലൊരു എൻട്രി തന്നിട്ടുണ്ട്. ഇവിടെ ഫ്ലാറ്റ് ട്രെയിൽ നോക്കിയാൽ കാണാം എൻട്രി എടുത്തത്. ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ് ആണ്. 200 ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻട്രി എടുത്ത പ്രൈസും ടാർഗറ്റും SL എല്ലാം കാണാം. എൻട്രി 148.5 കറക്റ്റ് 30 പോയിൻറ്റ്സിനാണ് ടാർഗറ്റ് 178.5. അതുപോലെ SL ആണ് കോമഡി. SL വളരെ ചെറിയ SL ആണ്. ശരിക്കും 6 പോയിൻ്റാണ് SL ഒക്കെ. 6 പോയിൻറ്റിനാണ് ഇതിലുണ്ടായിരുന്നത്. ഞാൻ ചെറുതായിട്ടൊന്ന് ട്രയൽ ചെയ്ത് കൊണ്ടുവച്ചത് 146 അവിടെ കാണാം. 146 പറഞ്ഞാൽ 47, 48 വെറും 2.5 SL. നിഫ്റ്റിയിലൊക്കെ 2.5 ഒക്കെ SL വെച്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ എടുക്കാൻ കഴിയുമെന്ന് തന്നെ സംശയമാണ്. അപ്പോൾ അത്രയും ചെറിയ SL ആണ് ഇന്നത്തെ SL. ഓക്കെ. അപ്പോൾ എന്തായാലും ചെറിയ രീതിയിൽ ടാർഗറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലിപ്പോൾ ടാർഗറ്റ് ഒന്നെങ്കിൽ ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യണം. 3 രീതിയിലാണ് ഞാൻ ഇന്നിപ്പോൾ ടാർഗറ്റ് നോക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ നിഫ്റ്റിയിൽ ആ ഒരു ലെവൽ ടാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവിടെ ഒരു ലെവലുണ്ട് അത് ടാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ സ്പോട്ടിൽ പ്രീമിയത്തിൽ 30 പോയിൻറ്റ്. ആ 3 ഏതാണോ ആദ്യം ടാപ്പ് ചെയ്യണം, അപ്പോൾ എക്സിറ്റ് അടിക്കുക. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിൽ മാർക്ക് ചെയ്തേക്കാം. നിഫ്റ്റിൻ്റെ ചാർട്ടിലും അതുപോലെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലും അവിടെ ഒരു ലെവലുണ്ട്, അതും മാർക്ക് ചെയ്തേക്കാം. അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം തന്നെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാവും. നമുക്ക് നോക്കി നോക്കാം ഇപ്പം തന്നെ ആ ഒരു മൊമെൻറ്റിൽ തന്നെ അടിക്കുമല്ലേ എന്നുള്ളത്. എന്തായാലും അവിടെ അടിച്ചാൽ നമ്മൾ എക്സിറ്റ് അടിക്കും. ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലും കൂടെ അവിടെ ജസ്റ്റ് ഒരു ലെവലുണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കാം.
ഓക്കെ, അത് ജസ്റ്റ് ആദ്യം 5 മിനിറ്റിലേക്ക് മാറ്റാം. 5 മിനിറ്റിലുള്ള ഒരു ലെവലാണ്. ആ ലെവൽ ഇതാ ഈ ഒരു ഏരിയയിലാണ്. സെയിം ക്യാൻഡിൽ മറ്റേ നിഫ്റ്റിൻ്റെ സ്പോട്ടിലുള്ള സെയിം ഏരിയയിൽ തന്നെയാണ്. അവിടെയും കൂടെ ജസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ലൈന് വന്നില്ല, അതുകൊണ്ട് ഒന്നുകൂടെ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമുക്കൊരു ലൈൻ വരച്ച് വെക്കാം. അങ്ങനെ നിഫ്റ്റീൻ്റെ ഫ്യൂച്ചറിലും വരച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു 5 മിനിറ്റിലുള്ള ഒരു ലെവലുണ്ട്. അപ്പോൾ അതിലേതൊന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എക്സിറ്റ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പ്രീമിയത്തിൽ കറക്റ്റ് 30 പോയിൻറ്റ്സ് കിട്ടണം. ഈ 3 എണ്ണത്തിൽ ഏതാണോ ആദ്യം അടിക്കുന്നത് അപ്പോൾ ഞാൻ എക്സിറ്റ് അടിക്കും. ഒന്നെങ്കിൽ നിഫ്റ്റി, അല്ലെങ്കിൽ നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ പ്രീമിയത്തിൽ 30 പോയിൻറ്റ്സ് അടിക്കാനുള്ള ചാൻസ് കുറവാണ് ആ ലെവൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത്. പെട്ടെന്നൊരു ബെയറിഷ് മൊമെൻ്റ് ഒക്കെ വരികയാണെങ്കിലൊക്കെ 30 പോയിൻറ്റ്സ് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ എത്രയാണ് കിട്ടുന്നത് അതിൽ എക്സിറ്റ് അടിക്കും. അതിൽ എക്സിറ്റ് അടിക്കാമെന്ന് മാത്രമല്ല, വേണമെങ്കിൽ ആ ഒരു ലെവൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു എൻട്രി മേലോട്ടേക്ക് കൺസിഡറും ചെയ്യാം. അങ്ങനത്തെ നല്ലൊരു ലെവലാണ്. 5 മിനിറ്റിലല്ല, നല്ലൊരു ലെവലാണ്. അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് 1 മിനിറ്റിൽ നോക്കിയിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു പ്രൈസ് ആക്ഷൻ കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ മേലോട്ടേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. എന്തായാലും നോക്കി നോക്കാം. നല്ലൊരു എൻട്രി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇനി അത് ടാർഗറ്റ് ആണോ സെല്ലാണോ എന്താണ് അടിക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ അവിടെ ഒരു ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രേഡ് ഞാൻ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. ഇവിടെ ഓർഡർ ലോഡിംഗ് ആണ്, ഒന്ന് അങ്ങോട്ട് മാറ്റിയൊക്കെ വരും. ഓക്കെ, ഇത് അവിടെ കാണാൻ എക്സിറ്റ് ആയിട്ടുണ്ട്. ആ ട്രേഡ് 10:08 10:22 എക്സിറ്റ് അടിച്ചത്. ആ ഒരു ലെവൽ ടാപ്പ് ചെയ്യപ്പോൾ എക്സിറ്റ് അടിച്ചാണ്. 2860 രൂപയാണ് ആ ഒരു ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഇതിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ 10:22 ഹാൻഡിലാണ്. ഈ ഒരു ഹാൻഡിലാണ് അത് ഈ കറക്റ്റ് ഈ ഒരു ഇത് ടാപ്പ് ചെയ്തപ്പോൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ ടാർഗറ്റ് അടിച്ച സമയത്താണ് കറക്റ്റായിട്ട് എക്സിറ്റ് അടിച്ചത്. ഇതിൽ ബാക്കിയുള്ളതിലൊന്നും ടാർഗറ്റ് അടിച്ചില്ല. മറ്റേ സ്പോട്ടിൽ അടിച്ചില്ല. മറ്റേ പ്രീമിയത്തിൽ 30 പോയിൻറ്റും അടിച്ചിട്ടില്ല. ഫ്യൂച്ചറിൽ ആ ഒരു ലെവൽ ടാപ്പ് ചെയ്തപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് അടിച്ചു. ഓക്കെ, അപ്പോൾ ആ ട്രേഡ് എക്സിറ്റായി. ഇനി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു ലെവൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ മേലോട്ടേക്ക് ഒരു എൻട്രി നോക്കാമെന്ന്. തൽക്കാലം ഇപ്പോൾ മേലോട്ടേക്ക് ഒരു എൻട്രി നോക്കുന്നില്ല. നിഫ്റ്റീൻ്റെ സ്പോട്ടിൽ അവിടെ ടാപ്പ് ചെയ്തില്ല. ഫ്യൂച്ചറാണ് ഫസ്റ്റ് ടാപ്പ് ചെയ്ത്. അപ്പോൾ സ്പോട്ടിൽ ടാപ്പ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം മേലോട്ടേക്ക് ഒരു എൻട്രി നോക്കുന്നില്ല. മാർക്കറ്റിൽ നിലവിലുള്ള പുതിയ ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് നിഫ്റ്റീൻ്റെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. നിഫ്റ്റീൻ്റെ ഫ്യൂച്ചറിൽ ടാർഗറ്റ് അടിച്ചൊരു ലെവലുണ്ട്. ടാപ്പ് ചെയ്തതാണ് നമ്മൾ നേരത്തെ ടാർഗറ്റ് എക്സിറ്റ് അടിച്ച ഈ ഒരു ലെവൽ 5 മിനിറ്റിലുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. ഇനിയിപ്പോൾ മേലുള്ള ലെവൽ നോക്കുകയാണെങ്കിൽ രാവിലെ ഉണ്ടായിരുന്ന ഒരു ലെവൽ ഇതാണ്. അത് ടാപ്പ് ചെയ്ത് അവിടേക്ക് വന്നു. ഇപ്പോൾ പുതിയൊരു ലെവൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് വരച്ച് പഴയ ലെവലൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ ലെവൽസ് ക്രിയേറ്റ് ആകുമ്പോൾ അതിങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ലൈവ് മാർക്കറ്റിൽ. അപ്പോൾ ഇനി നിഫ്റ്റീൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലും അതേപോലെ തന്നെ അടിയിൽ ടാപ്പ് ചെയ്തില്ല. പക്ഷേ മേലെ ആ ലെവൽ ഒഴിവായിട്ട് പുതിയ ലെവൽ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് രണ്ടും നല്ല ലെവൽസാണ്. രണ്ട് ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴെ ടാപ്പ് ചെയ്യണമെങ്കിൽ മേലോട്ടേക്ക് നോക്കാം, മേലെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴോട്ടേക്ക് നോക്കാം. രണ്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന എൻട്രീസാണ്. അതിൽ ഏതാണ് ആദ്യം ടാപ്പ് ചെയ്യുക, എന്താണ് വരാൻ പോകുന്നത് നോക്കാം, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ജസ്റ്റ് നോക്കി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇതുവരെ ലെവലൊന്നും അടിയിലൊരു ലെവൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു ലെവലാണ്. നിഫ്റ്റിയുള്ള അതേപോലത്തെ സെയിം ആയിട്ടുള്ള ഒരു ലെവൽ തന്നെയാണ്. മേലെ ഒരു ലെവലുണ്ട്. ഇതാണ് തൊട്ടടുത്തടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലെവൽസാണ്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ടാർഗറ്റ് വളരെ ചെറിയ ടാർഗറ്റ് വെക്കാൻ പറ്റുള്ളൂ. നമുക്ക് ചെറിയ ടാർഗറ്റ് വെച്ച് എൻട്രി എടുക്കേണ്ടി വരും. അപ്പോൾ താഴെ ടാപ്പ് ചെയ്തിട്ട് മേലോട്ടേക്ക് കയറി വരുന്നുണ്ട്. അതിപ്പോൾ മേലെ ടാപ്പ് ചെയ്താൽ ഇനി താഴോട്ടേക്ക് വരാനാണ് ചാൻസ്, പ്രോബിലിറ്റി. ഇവിടുന്ന് ഇപ്പോൾ മേലോട്ടേക്കുള്ള ഇനിയിപ്പോൾ അത് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇവിടേക്ക് ആകെ 62 പോയിൻ്റേ ഉള്ളൂ. 62 പോയിൻ്റ് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ എൻട്രി എടുത്താലും ചെറിയ ടാർഗറ്റ് നമുക്ക് പ്രോപ്പർ റിസ്ക് റിവാർഡൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ ചെറിയ 1:1 2 ഒക്കെ എക്സിറ്റ് അടിക്കേണ്ടത് നമ്മളിപ്പോൾ നിഫ്റ്റിയിൽ എക്സിറ്റ് അടിച്ച പോലെ. പക്ഷേ ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ മേലെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ താഴോട്ടേക്ക് ഒരു എൻട്രി നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. നല്ല വലിയ ടാർഗറ്റ് വേണമെങ്കിൽ നമുക്ക് വെക്കാം. ബാങ്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിലും മേലെ ഒരു ലെവൽ ഉണ്ടായിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അവിടെയൊക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴോട്ടേക്ക് ഒരു എൻട്രി നോക്കാം. ആ ഒരു എൻട്രിക്ക് നമുക്ക് വലിയ ടാർഗറ്റ് വെക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ താഴോട്ടേക്ക് എടുക്കുന്ന ഒരു എൻട്രി. നിഫ്റ്റി നേരത്തെ നമ്മൾ എക്സിറ്റ് അടിച്ച ഈ ഒരു ഏരിയയിലാണ്. അവിടുന്ന് മാർക്കറ്റ് ഇങ്ങനെ താഴോട്ടേക്ക് വന്നിങ്ങനെ കളിക്കുന്നുണ്ട്. നമ്മളെ പ്ലാന് നിഫ്റ്റി ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മേലോട്ടേക്ക് എടുക്കാനാണ് ഇനി. പക്ഷേ ടാപ്പ് ചെയ്തില്ലേ, ഫ്യൂച്ചർ മാത്രമേ ടാപ്പ് ആയുള്ളൂ. എന്നിട്ട് മേലോട്ടേക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ പുതിയൊരു എൻട്രി. നിഫ്റ്റിയിൽ ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ടാർഗറ്റ് വെക്കാനുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ മേലോട്ട് എടുക്കുകയാണെങ്കിൽ ചെറിയ ടാർഗറ്റ് വെക്കാനുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ മേലെ ടാപ്പ് ചെയ്യുമ്പോൾ താഴോട്ടേക്ക് ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ആ ലെവൽ ടാപ്പ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ലെവൽ ടാപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു എൻട്രി വരുന്ന ഇതൊക്കെ കാണുന്നുണ്ട്. ഒരു എൻട്രി വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം. ബാങ്കിൽ ഇതിപ്പോൾ 53,700 വേണ്ട ആവശ്യമില്ല. നമുക്ക് 53,600 മതി. 53,600 പുട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാം. അതിൻ്റെ ചാർട്ടും കൂടെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ, അപ്പോൾ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു എൻട്രി വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം. പ്രീമിയം കുറച്ചും കൂടെ ഒന്ന് താവണം. ഒരു 660 താഴേക്ക് SL വെക്കാൻ പറ്റുന്ന രീതിയിൽ, ഒരു 680 താഴെ. വലിയ കുഴപ്പമില്ലാത്ത പ്രീമിയത്തിലാണ് ഇപ്പം. എന്നാലും കുറച്ചും കൂടെ ഒന്ന് താവുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. പ്രീമിയം കുറച്ചൊന്ന് താഴ്ന്നു വരികയാണെങ്കിൽ ഫോണിൽ ഫുള്ള് സെലക്ട് ചെയ്ത് വെക്കുക. 83,600 പുട്ട് ഓപ്ഷൻ, ബി ഓർഡർ, 60 ക്വാണ്ടിറ്റി, അതേപോലെ ഫുള്ള് 20 പോയിൻ്റ് SL, 100 പോയിൻ്റ് ടാർഗറ്റ് ഫുള്ള് ഫോണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫോണിൽ. എൻട്രി വരികയാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട്. എൻട്രി ഞാൻ ഫോണിലാണ് എടുക്കൽ. ലാപ്പിൽ ചാർട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫോണിലാണ് എടുക്കൽ. ഓക്കെ, എന്തായാലും ഫുള്ള് സെറ്റായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പ്രീമിയം ഒരു പൊടിക്കൂടെ ഒന്ന് താവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു പുട്ട് ഓപ്ഷൻ എൻട്രി എടുക്കാം. ഓക്കെ, ഏകദേശം റെഡി വരുന്നുണ്ട് എൻട്രി. എന്തായാലും നമുക്ക് ഒരു എൻട്രി വീണ്ടും മേലോട്ടേക്ക് പ്രീമിയം പോവാണ്. ഒന്നും കൂടെ ഒന്ന് താവട്ടെ. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു എൻട്രി എടുക്കാം. എൻട്രി എടുത്തിട്ടുണ്ട് ഇവിടെ ഫ്ലാറ്റ് റേറ്റിൽ. ഓക്കെ, ഒരു എൻട്രി എടുത്ത് ഞാൻ ഫ്ലാറ്റ് റേറ്റിൽ കാണിച്ചു തരാം. 53,600 പുട്ട് ഓപ്ഷൻ ഫുള്ള് റെഡിയാണ്, സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലാറ്റ് റേറ്റിൽ കാണാം ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഇപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ, ജസ്റ്റ് 60 ക്വാണ്ടിറ്റിയാണ്, ബി ഓർഡറാണ്. 53,600 ഓർഡറിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത ടൈമും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ 10:34. എൻട്രി എടുത്ത് 674. ടാർഗറ്റും SL ഒക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാർഗറ്റ് കറക്റ്റ് 100 പോയിൻറ്റ്സ് ആണ്. 674 അടുത്ത് 774 ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. SL കറക്റ്റ് 20 പോയിൻ്റാണ്. ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ടാർഗറ്റ് SL ഏതെങ്കിലും ഒന്ന് അടിക്കട്ടെ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. കുറച്ചൊന്ന് കയറി വരികയാണെങ്കിൽ പ്രീമിയം ഒന്ന് അത്യാവശ്യം കുറച്ച് മൂവ്മെൻ്റ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റിലേക്ക് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ എന്തായാലും നോക്കട്ടെ. ആദ്യം മൂവ്മെൻറ്റ് വരട്ടെ, എന്നിട്ടാണല്ലോ കൊണ്ടുവയ്ക്കണമൊക്കെ. അപ്പോൾ ഇതിലിപ്പം വലിയ ടാർഗറ്റ് വെക്കാം നമുക്ക്. തൊട്ടടുത്ത് ലിക്വിഡിറ്റി ഏരിയ ഒന്നുമില്ല, പ്രോപ്പറായിട്ട് ലിക്വിഡിറ്റി ഏരിയ ഒന്നുമില്ല. ഡേയിലോ ഒക്കെ വേണമെങ്കിൽ ടാർഗറ്റ് വെക്കാം നമുക്ക് അവിടുന്ന്. അങ്ങനത്തെ നല്ലൊരു എൻട്രിയാണ് ഇപ്പോൾ എടുത്തത്. എന്നിട്ട് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാം. കുറച്ച് പോകുന്നതനുസരിച്ചിട്ട് ട്രയൽ ചെയ്ത് ഡേയിലോ വരെ ഹോൾഡ് ചെയ്യാം. നോക്കി നോക്കാം വരുമോ ഇല്ല എന്നുള്ളതൊക്കെ. എന്തായാലും കുറച്ച് താഴേക്ക് വന്നൊരു സ്വിങ്ങിലൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് കൊണ്ടുവയ്ക്കാം. അവിടുന്ന് ഇപ്പോൾ ഡേലോയിലേക്കുള്ള പോയിൻ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 198 പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നല്ല ട്രേഡിനാണ്. നല്ല ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ഫുൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ലെവൽസ് ആയതുകൊണ്ട് ചെറിയ ടാർഗറ്റിലുള്ള എൻട്രീസാണ് എനിക്ക് കിട്ടിയത് മുഴുവൻ. ഇതിപ്പോൾ എന്തായാലും നല്ലൊരു ട്രേഡാണ്. അവിടുന്ന് എൻട്രി എടുത്തിട്ട് താഴെ വരെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാവും. എന്തായാലും നോക്കി നോക്കാം. ടാർഗറ്റ് അടിക്കുക, സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള അത്യാവശ്യം താഴേക്ക് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് താഴോട്ടേക്ക് വന്നിട്ട് ഒറ്റ മിനിറ്റ്, അത് താഴോട്ടേക്ക് വന്നിട്ട് ആ ഒരു സ്വിംഗ് ലോ കട്ട് ചെയ്യുകയാണ്. ഏറ്റവും തൊട്ടടുത്തുള്ള ഒരു സ്വിംഗ് ലോ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റിലേക്ക് കൊണ്ടുവയ്ക്കാം. ഇതിൽ നോക്കിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ആ ഒരു പ്രീമിയം കുറച്ചൊന്ന് കൂടിയിട്ട് ചെറിയൊരു മൊമെൻറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കോസ്റ്റിൽ കൊണ്ടുവയ്ക്കാം. സാധാരണ പണ്ടൊക്കെ ഇങ്ങനെ അല്ലേനും ചെയ്യല്, ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ SL എന്നുള്ള രീതിയിലാണ് എനിക്കറിയില്ല. അതൊന്നും അടിക്കണ വരെ ഒന്നും ചെയ്യല്ലേനി. ഇപ്പോൾ ചെറിയ രീതിയിൽ ട്രയലിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഒരു സ്വിംഗ് ലോ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ ട്രയൽ ചെയ്തിട്ട് കോസ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ പ്ലാൻ ചെയ്ത ഒരു ഏരിയ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നിഫ്റ്റി നല്ല രീതിയിൽ താഴേക്ക് വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏരിയ ഒന്നെങ്കിൽ ഫ്യൂച്ചർ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിൻ്റെ സ്പോട്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് ആ ഒരു ലോ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് കോസ്റ്റിലേക്ക് കൊണ്ടുവയ്ക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്ത് നോക്കാം, ഏതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യട്ടെ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ലെവൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു സിംഗിളോ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫ്ലാറ്റ് റേറ്റിൽ പോയിട്ട് മറ്റേ ഇത് മാറ്റി വെക്കാം, SL മാറ്റി വെക്കാം. SL ജസ്റ്റ് മാറ്റി കോസ്റ്റിലേക്ക് വെക്കാം. അത്യാവശ്യം പ്രോഫിറ്റിലേക്ക് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് കോസ്റ്റിലേക്ക് ഇനി പോവുകയാണെങ്കിൽ കോസ്റ്റ് അടിച്ചോട്ടെ, നമുക്ക് പേടിക്കാനൊന്നും ഇല്ലല്ലോ. പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ കോസ്റ്റ് അതല്ലാണ്ടെങ്കിൽ ടാർഗറ്റ്, അപ്പോൾ പിന്നെ ലോസ് വരില്ല എന്തായാലും. അപ്പോൾ അതിൽ മോഡിഫൈ അടിച്ചിട്ട് കോസ്റ്റ് 674 ഒരു 675 കൊണ്ടുവയ്ക്കാം. 675. അപ്പോൾ ഒന്നെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ലോസിലേക്ക് പോകില്ല. ഒരു ബ്രേക്ക് വേണം, ആ ഒരു ലെവലിൽ നിൽക്കും, 0 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഒരു ഓർഡർ നമ്മൾ മോഡിഫൈ ചെയ്ത് ഇനി ഒരു ഓർഡറും കൂടെ ഉണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് 675 തന്നെ കൊണ്ടുവയ്ക്കാം. അല്ല അതെ, 675 കൊണ്ടുവയ്ക്കാം. ഓക്കെ, അത് 675 വെച്ചു, മോഡിഫൈ അടിച്ചു. ഓക്കെ, 2 മോഡിഫൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തിരിച്ചെന്ന് SL ഒന്നെങ്കിൽ SL അല്ല ഒന്നെങ്കിൽ കോസ്റ്റ് അതല്ലാന്നുണ്ടെങ്കിൽ ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ 6,000 രൂപയായിരിക്കും പ്രോഫിറ്റ് വരിക. ഇനി ലോസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ല തിരിച്ച് വന്ന് ബ്രേക്ക് ചെയ്യാൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും വരിക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഏതടിക്കുന്നുള്ളത്, ടാർഗറ്റ് അടിക്കുക, സ്റ്റോപ്പ് ലോസ് അടിക്കുക എന്താവുന്നുള്ളതൊക്കെ. നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇതേപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് അടിക്കും. എന്തായാലും നമുക്ക് നോക്കി നോക്കാം, ഏതെങ്കിലും അടിക്കുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ നമ്മളെ ആ ഒരു ട്രേഡ് ഇവിടെ എസ് എൽ അല്ല കോസ്റ്റ് അടിച്ചിട്ടുണ്ട്. ട്രയൽ ചെയ്തുകൊണ്ട് SL അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാം. 10:52 എക്സിറ്റ് ആയത്. ജസ്റ്റ് ഇപ്പോൾ എക്സിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒന്നത്തെ 2 ട്രേഡാണ്. ഒരു ട്രേഡ് ടാർഗറ്റ് എന്ന് പറയാൻ പറ്റില്ല, തൊട്ടടുത്ത ലിക്വിഡിറ്റി ഏരിയ ഉണ്ടായതുകൊണ്ട് അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചാണ്. അപ്പോൾ ഒരു ട്രേഡ് അങ്ങനെയുള്ളൊരു ടാർഗറ്റും പിന്നെ അടുത്തതൊരു ബ്രേക്ക് ഈവൺ എക്സിറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ 2 ട്രേഡ്. ഇനി പുതിയ ട്രേഡ്സിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചറിൽ ഓരോരോ പുതിയ ലെവൽസൊക്കെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഈ നമ്മൾ മാർക്ക് ചെയ്ത ലെവലിൻ്റെ തൊട്ടടുത്ത് പുതിയൊരു ലെവലൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇനി ബാങ്ക് നിഫ്റ്റിൻ്റെ മറ്റേ സ്പോട്ട് ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രേഡ് മേലോട്ടേക്ക് കയറി വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ കോസ്റ്റ് കൊണ്ടുവച്ചുകൊണ്ട് അവിടെ നിന്ന് അടിച്ചിട്ടുണ്ട്. അതെന്തായാലും ഒക്കെ പോട്ടെ. ഇനി പുതിയൊരു ലെവൽ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു ലെവലുണ്ട് 550.7. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴോട്ടേക്ക് വരാൻ നല്ലൊരു പ്രോബിലിറ്റി ഉണ്ട്. അവിടെ ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. ഇനി നിഫ്റ്റീൻ്റെ ഫ്യൂച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റീൻ്റെ ഫ്യൂച്ചറിൽ ഇത് ഓൾറെഡി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാണ്, അതിനോട് കാര്യമൊന്നുമില്ല. നിഫ്റ്റീൻ്റെ സ്പോട്ട് നോക്കുകയാണെങ്കിലും അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാണ്, അതിനോട് വലിയ കാര്യമൊന്നുമില്ല. ഇനി ഏതെങ്കിലും മേലുള്ള ഏതെങ്കിലും പുതിയ ലെവൽസൊക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ എന്തായാലും ഈ ഒരു ലെവൽ ഫ്യൂച്ചറിലും ബാങ്ക് നിഫ്റ്റിയിലും 550.7 എന്നുള്ള ഒരു ലെവൽ നല്ലൊരു ലെവലാണ്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ താഴോട്ടേക്ക് ഒരു എൻട്രി നോക്കാം. എന്തായാലും നോക്കാം, പുതിയൊരു എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് വേറെ ട്രേഡും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി രാവിലെ എടുത്ത ആ 2 ട്രേഡ്സ് മാത്രമേ ഉള്ളൂ. ഒരു ടാർഗറ്റും ഒരു ബ്രേക്ക് ഈവണും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ കാണാം. രാവിലെ നമ്മളെടുത്ത ഫുൾ എക്സ്പ്ലെയിൻ ചെയ്താണല്ലോ രാവിലെ തന്നെ. അത് ആ 2 ട്രേഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ പുതിയ ട്രേഡും കാര്യങ്ങളൊന്നും ഇല്ല ഇനി. ഓക്കെ, രാവിലെ നമ്മൾ മാർക്ക് ചെയ്തൊരു ലെവൽ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ അവസാനം പറഞ്ഞൊരു ലെവൽ 5 മിനിറ്റിലൊരു ലെവൽ നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഇവിടെ ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്താൽ നമുക്ക് താഴോട്ടേക്ക് ഒരു എൻട്രി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. പക്ഷേ ആ ലെവൽ നല്ല അടിപൊളിയായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു മേലോട്ടേക്ക് ഒരു വിക്ക് പോയിട്ട് മാർക്കറ്റ് കുത്തനെ ഫാൾ ആയിട്ടുണ്ട്. നമ്മൾ ടാർഗറ്റ് വെച്ചിരുന്ന ആ ഒരു ഡേലോ ആ ഒരു ഏരിയ ടാപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എൻട്രി അവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ടാർഗറ്റ് കിട്ടിയേനെ. എന്തായാലും അത് പോട്ടെ, കിട്ടാത്തതിനെ കുറിച്ച് ഓർത്ത് ഇതായിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇത് 2 ഉള്ളൂ. എന്തായാലും നമ്മൾ ഹാപ്പിയാണ്. നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനായിട്ട് വന്നു, ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു, നമുക്ക് പ്രോഫിറ്റും കിട്ടി. ഇനി നാളത്തേക്കുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റ്സിൽ ബാങ്ക് നിഫ്റ്റി ഇന്നും ഈ ഒരു സാധനത്തിൻ്റെ പുറത്തെയാണ്. ഈ ഒരു ക്യാൻഡിൽ വല്ലാത്തൊരു ക്യാൻഡിലാണ്. ഇതിൻ്റെ ഉള്ളിലാണ് കംപ്ലീറ്റ് സംഗതി നടക്കുന്നത്. അതിൻ്റെ പുറത്തേക്ക് ഇതുവരെ ഇറങ്ങിയില്ല. അപ്പോൾ നാളെ എന്തായാലും ഇനി ഇൻറ്റേർണൽ ലെവൽസ് നോക്കിയിട്ട് ട്രേഡ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇൻറ്റേർണൽ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇത് ഇന്നലെ മാർക്ക് ചെയ്തൊരു ലെവലാണെന്ന് തോന്നുന്നു. അത് ടാപ്പ് ചെയ്തില്ല, ഒരു ഇൻറ്റേർണൽ ലെവലാണ്. അത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് താഴോട്ടേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. പിന്നെ മേലോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻറ്റേർണലും ഒരു പ്രോപ്പറായിട്ടുള്ള സാധനമില്ല. പ്രോപ്പറായിട്ടുള്ള ഒരുപാട് താഴെയാണ്. ഈ ഒരു റേഞ്ചിലുള്ളൂ ഒരു പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ആയിട്ടുള്ളത്. അപ്പോൾ മേലെ ഇത് ടാപ്പ് ചെയ്യണമെങ്കിൽ താഴോട്ടേക്ക് നോക്കാം, അതേപോലെ താഴത്തെ ടാപ്പ് ചെയ്യണമെങ്കിൽ മേലോട്ടേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ തൊട്ടടുത്തുള്ള 2 ലെവൽസ് ബാങ്ക് നിഫ്റ്റി ഉള്ളത് ഇത് 2ആണ്. ഇനി നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലും ഈ ഒരു ക്യാൻഡിലിൻ്റെ ഇല്ല, ഈ ക്യാൻഡിൽ ബ്രേക്ക് ആയില്ല. ഇപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര കൺസോൾട്ടേഷൻ പോലെ. ഇനി ഇതിൽ ഒരു ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ലെവൽ കുറച്ച് മേലെ ഈ ഒരു റേഞ്ചിലുള്ളത്. ഇനി താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ലെവൽസ് ഒന്നുമില്ല, ഒരുപാട് താഴെ ഇവിടെയാണുള്ളത്. അപ്പോൾ നിഫ്റ്റിയിൽ തൊട്ടടുത്തുള്ള 2 ലെവൽസ് ഇത് 2ആണ്. ഇത് 2ആണ്. ഇത് ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് താഴോട്ടേക്ക് നോക്കാം, ഇത് ടാപ്പ് ചെയ്യണമെങ്കിൽ മേലോട്ടേക്ക് നോക്കാം. അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതനുസരിച്ച് ഏതാണ് ടാപ്പ് ചെയ്യണത് അതിനനുസരിച്ചിട്ട് ഒരു ട്രേഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയാണ് നാളത്തേക്കുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാണ് ഇന്നത്തെ P&L. വലിയ കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.